അതായത് ഈ കുട്ടികളുമായിട്ട് സംസാരിച്ചു തുടങ്ങിയതിന് ശേഷം ടീച്ചറിന്റെ ലൈഫിൽ എന്താ സംഭവിക്കുന്നത്? സന്തോഷം കൂടി. ആ അതായത് ഭക്ഷണം പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് അവരെ ഇത്ര ഇടം വരെ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു, ഒരാളിൽ സഹായം ഇല്ലാതെ എന്നുള്ള സന്തോഷം എനിക്ക് നല്ല. എന്തൊക്കെയാ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കും? അല്ല, ഈ കുട്ടികളെ എല്ലാം കൂടെ ഒന്നിച്ച് ഒരിടത്ത് വിളിക്കും? ഇത് ഇപ്പൊ ഈ പറഞ്ഞ ന്യൂസ് റിപ്പോർട്ടൊക്കെ വന്നിട്ട് ഇപ്പൊ ഒരു വർഷമായിട്ടുള്ളൂ. ഈ ഒരു വർഷമായിട്ടാണ് ഞാൻ ഇയ്യങ്കോട് മാഷോട് പെർമിഷൻ പറഞ്ഞ ലൈബ്രറി ഹാൾ തൽക്കാലം എടുത്തിരിക്കുകയാണ്. അവിടെ വെച്ചിട്ട് കുട്ടികൾക്ക്, അതായത് ഇത് കണ്ടിട്ട് പലരും കുട്ടികളെ മീറ്റ് ചെയ്യാൻ വരണം എന്ന് പറഞ്ഞ് എന്നോട് പറയും. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ വരുന്നതിന് 2 ദിവസം മുന്നേ എന്നോടൊന്നും പറയണം, കാരണം ഇതിൽ എടുത്തു കൊണ്ടുവരുന്ന കുട്ടികളടക്കമുണ്ട്. പക്ഷെ അവർക്ക് അവിടെ വരുമ്പോൾ ഒരു ഹാപ്പിനെസ് ആണ് എല്ലാവർക്കും കൂടെ. അപ്പൊ ഈ ഒരു വർഷമായിട്ട് ആ ലൈബ്രറി ഹാളിൽ വെച്ചിട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അതുവരെ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ അരി സാധനങ്ങളൊക്കെ അച്ഛൻ്റെ അടുത്ത് ഒരു 3 പേർക്കുള്ള ലൈബ്രറിയുടെ അവിടെ വാങ്ങി വെക്കും. ഇന്നൊരു 3 അമ്മമാർ വന്ന് ഇന്ന് ഇത് എടുത്തിട്ട് പോയാൽ നെക്സ്റ്റ് ഡേ അടുത്ത ആള് വന്നു പോകും. അതുകൊണ്ട് ഇത് ആരുടെയും ശ്രദ്ധയിൽ പെട്ടില്ല. ഇനിയിപ്പോൾ ഒരു ലൈബ്രറിയിൽ കൊണ്ടുവയ്ക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും ഞാൻ അമ്മമാരോട് പറയും, ആ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കോളൂ, ക്യാഷ് ഞാൻ അവിടെ കൊടുത്തോളാം എന്ന് പറയും. അതുകൊണ്ട് കൊല്ലങ്കോടുകാർ ആരും തന്നെ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു സംഭവം. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ മറ്റേ നമ്മുടെ സീക്രട്ട് വിളിക്കാം. അപ്പൊ എങ്ങനെയാണ് ഈ വാർത്ത പുറത്തേക്ക് പോയത്? അതായത് ഈ വാർത്ത പുറത്തു പോകുന്നത് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ഫിക്സിന്റെ കുറച്ച് വല്ലാതെ പ്രശ്നങ്ങൾ വന്നു. അപ്പൊ ഡോക്ടറെ പോയി പാലക്കാട് തന്നെയാണ്. അതായത് ഇവിടെ അമൃതയിൽ ഡോക്ടർ പറഞ്ഞു, അർജന്റ്ലി കേസ് എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ പാലക്കാട് തന്നെ നോക്കിയാൽ മതി, ഇത്രയും ലോങ് വരേണ്ട കാര്യമില്ല, കാരണം മെഡിസിൻ മാറ്റരുത് എന്ന് പറഞ്ഞു ഇവരുടെ പെർമിഷൻ ഇല്ലാതെ. അപ്പൊ അങ്ങനെ പാലക്കാട് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 1 വീക്ക് കുറച്ച് മെഡിസിൻസ് സ്ട്രിപ്പൊക്കെ ഇടണം, ആള് ഭയങ്കര വീക്കാണ് പറഞ്ഞു. അപ്പൊ ഞാനാണെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എനിക്കിത് അയക്കണം, എനിക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല, എനിക്ക് പോകണം പറഞ്ഞു. ഞാൻ ഈ ഒരു വാശിയിൽ നിൽക്കുകയാണ്. അപ്പൊ എന്തിനാണ് ഞാൻ ഈ വാശി പിടിക്കുന്നത് എന്നുള്ളത് അച്ഛനും അമ്മയ്ക്കും അവിടെ വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനും അല്ല. അപ്പൊ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പൊ ഈ ഫ്രണ്ട്സാണ് വരിക പോവുക ഒക്കെ ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ എന്തിന് ഇത്രയും വാശി പിടിക്കണം, ഇവിടെ കിടക്കുന്നതിന് എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവരും ഞാനും കൂടെ വഴക്കായി. അപ്പോഴാണ് ഞാൻ ഈ സംഭവം പുറത്ത് പറഞ്ഞ് അവർ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ കിടന്ന വേറെ കുറച്ച് പേര് പട്ടിണി കിടക്കും, എനിക്ക് പറ്റില്ല പറഞ്ഞു ഞാൻ. അപ്പൊ ഈ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പൈസ ഈ കുട്ടികൾ കൊടുക്കണം, അതാണ് ടീച്ചറിന്റെ മനസ്സിലല്ലേ? അപ്പൊ അതായിരുന്നു ടീച്ചറിന്റെ ആദ്യം. അത് നമ്മളിവിടെ കിടന്നു കഴിഞ്ഞാല് ഞാൻ ആ മാസം അവിടെ കിടന്ന ആ മാസത്തെ അവർക്ക് അവിടെയുള്ള പട്ടിണിയാവും. അപ്പൊ ഞാൻ അത് കിടന്നാൽ ശരിയാവില്ല, ഇവരോടത് പറയാനും. അപ്പൊ ടീച്ചർ ചിലപ്പോ അപകടമല്ലേ, ടീച്ചറിന്റെ ജീവൻ ആയിരിക്കാം. പക്ഷെ ഞാൻ അത് പ്രശ്നമല്ല, കാരണം എത്രയോ പ്രാവശ്യം മരിച്ചോട്ടെന്നുള്ളതാ. എനിക്കിപ്പോ അങ്ങനെ ഒരു മരണം എന്നുള്ള ഒരു പേടി പോയി. കാരണം പിന്നെ ഈ കേൾക്കുന്ന ഒരു മകനുണ്ടല്ലോ, അവനെ വളർത്തേണ്ട ജോലിയില്ലേ, ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതൊരു വ്യക്തിയും ചിലപ്പോ നമുക്ക് ഒരു രോഗമില്ലാത്തവരും മരിച്ചു പോകും, പക്ഷെ നമ്മൾ ജീവിക്കണം. അത് നമ്മൾ നമ്മുടേതായ ഒരു നല്ല, വളരെ ചെറിയ, അവനെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ പ്രായമായിട്ടില്ലല്ലോ, പറഞ്ഞു പഠിപ്പിച്ചോ അവനെ? അല്ല, ഞാൻ കോവിഡ് സമയത്ത് ഈ പറഞ്ഞ മെഡിസിൻ കിട്ടാതെ കിടന്ന ആ ഒരു സമയത്ത് പോലീസിന്റെ കൂടെ എൻ്റെ മോനാണ്, അന്ന് 3ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഇവനാണ് ഈ വീടുകളിലൊക്കെ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് കുട്ടികൾക്കുള്ള സാധനങ്ങൾ. പോലീസ് എന്നോട് പറഞ്ഞു, ഇത് ചെയ്യരുത് ലേക്കാ, ഞങ്ങൾ ഇത് എന്തെങ്കിലും. ഞാൻ പറഞ്ഞു, എൻ്റെ മോന്റെ അതേ പ്രായത്തിലുള്ള കുട്ടികൾ അവിടെ ഉണ്ട്, ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ത് ചെയ്യും? പേടിയുണ്ടായിരുന്നോ? പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. ഒരുപാട് വീടുകളിൽ പോയോ? അമ്മ ചെയ്യണ കുട്ടികളുടെ കുടുംബത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് കുറെ ഫ്രണ്ട്സിനൊക്കെ എനിക്ക് കിട്ടി, അവരുടെ ബ്രദേഴ്സിനൊക്കെ എനിക്ക് കിട്ടി. ആണോ? ഒരു വട്ടൊക്കെ പിന്നീട് ചങ്ങാത്തമായോ? പിന്നെ അപ്പൊ മോന് പേടിയേ ആയില്ല? ഇല്ല. അമ്മയുടെ മോൻ തന്നെ. അപ്പൊ നമ്മള് മറ്റേ കഥയിലേക്ക് വന്നാലും ആശുപത്രിയിൽ നിന്ന് അപ്പം ഡിസ്ചാർജ് വാങ്ങിച്ചു പോകാൻ കോമയിലായോ? കോമയിലല്ല, ഈ മെഡിസിൻസ് കയറണം. അതായത് ഞാൻ ടോട്ടലി ബോഡി ഡൗൺ ആവുകയാണ്, അതായത് എനിക്ക് വീക്ക് ആകുക. അപ്പോൾ സ്ട്രിപ്പ് കയറ്റുക, കുറച്ച് 2-3 ദിവസം ഇവിടെ വേണം എന്നുള്ള ഡോക്ടർമാർ പറഞ്ഞു. അപ്പൊ 2 ദിവസം കിടന്നപ്പോഴേക്കും തന്നെ എനിക്ക് ശരിയാണ്, ഞാൻ പറഞ്ഞു പൂവേ പൈസ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. മൈൻഡ് ഇതാണ്. പക്ഷെ ഇവരെ എന്താ ചിന്തിക്കുന്നത്, ഇതിവന്റെ ഇവള് ഇത്ര വാശി പിടിക്കുന്നത്? അത് ചിന്തിച്ചത് മറ്റാരുമല്ല, എൻ്റെ 2 പോലീസ് സുഹൃത്തുക്കളാണ്. അവരുടെ കാര്യവും ഞാൻ ഇവിടെ എടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ അന്ന് ആ വാശി പിടിച്ച് നിന്നപ്പോ ആ കുട്ടികളുടെ കാര്യം ആ മാസം അവരാണ് ചെയ്തത്. ഈ കുട്ടികളിൽ എവിടെ നിന്നുള്ളവരാ? കൂട്ടുകാര് ഒരാള് ആലത്തൂരാണ്, ഭവിഷ് ഗോപാൽ കവത്ത് എന്ന് പറഞ്ഞിട്ട്, ഭവിയേട്ടൻ എന്റെ സീനിയേഴ്സ് ആണ് അവര്. ഒരാൾ പോലീസില്, പിന്നെ അജു കൈലാസ് എന്ന് പറഞ്ഞിട്ട്, ഈ കൈലാസിനാണ് കോവിഡ് സമയത്തിന്റെ മെഡിസിൻസ് ഒക്കെ കൊണ്ടുവന്നിരുന്നത്. അപ്പൊ ഇവര് 2 ആളും ഈ വരാൻ പറ്റുന്നില്ല അവർക്ക് ഡ്യൂട്ടിയിൽ. പക്ഷെ ഹോസ്പിറ്റലിൽ എനിക്ക് അറിയുന്ന വേറെ 2 എൻ്റെ ഫ്രണ്ട്സും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവരാണ് ഫോണിൽ കൂടെ എന്നോട് വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പോണം എന്നുള്ള നിർബന്ധം പിടിക്കുമ്പോൾ. അവസാനം ഞാൻ ഇവരോട് പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഞാൻ ഇത് ഇന്നതാണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ
അവസാനം എൻ്റെ വാശിക്ക് അവരും നിന്നു. എന്നെ ആ ട്രീറ്റ്മെന്റ് കഴിയണവരെ ഒരാഴ്ച അവിടെ ഇതായി. പകരം കുട്ടികൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഭവേട്ടന് എത്തിച്ചു. അതുപോലെ വേറെ കുറച്ച് മെഡിക്കൽ കാര്യങ്ങൾ കൈലാസേട്ടനും എത്തിച്ചു. അങ്ങനെ ആ കുട്ടികളെ നിന്റെ ഒന്ന് പറഞ്ഞു. അവര് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. കാരണം ഇത്രയും കാലം നീ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ സുഹൃത്തുക്കളായവരോട്, ഞങ്ങളോട് പോട്ടെ, നിന്നെ അത്രയും ഫ്രണ്ട്സായ, ഞങ്ങളെക്കാൾ ഫ്രണ്ട്സ് ആയവരുണ്ട്, അവരോടെങ്കിലും ഒന്നും പറയായിരുന്നില്ലേ? പറഞ്ഞ വാചകം ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ കിടന്ന മെഡിസിൻ ഞാൻ ബില്ല് പേ ചെയ്യൂലേ, ഞാൻ ഇവിടുന്ന് മിണ്ടാതെ പോകും പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവര് പറഞ്ഞു, നിനക്കെന്താ വല്ല വട്ടായിട്ട് സംസാരിക്കണോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ചൂടാകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പോയില്ലെങ്കിൽ ഇന്നതാണ് എന്ന് പറഞ്ഞു ഈ സംഭവം പറഞ്ഞ് ഞാൻ. ഇല്ല, 17-20 കുട്ടികള്. പട്ടിണി അങ്ങനെയാണ് ഇവർ ഈ ഡീറ്റെയിൽസ് എത്തുന്നത്. പിന്നെ അവരറിഞ്ഞപ്പോ വേറെ എൻ്റെ 3-4 ഫ്രണ്ട്സ് അറിഞ്ഞു ഈ ഒരു സംഭവം ഞാൻ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഇവര് കാണണം കുട്ടികളെ എന്നുള്ള ഒരു ഇതില് ലൈബ്രറി ഹാളിലേക്ക് ആദ്യം ഇവരാണ് കണ്ടത്, കുട്ടികളെ വന്നിട്ട് മീറ്റ് ചെയ്തത്. ആദ്യത്തെ ഞാൻ 1 മാസത്തെ അവര് ചെയ്തു കൊടുത്തു. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തു കൊടുത്തു. ഞാനിപ്പോ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു കുട്ടിക്ക് ഒരു 5 കിലോ അരി, പലചരക്ക് സാധനങ്ങള്, അതുപോലെ അവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന മെഡിസിനുള്ള തുക, ഇത്രേ എനിക്ക് പറ്റുന്നുള്ളൂ. പക്ഷേ അത് ഈ 21 കുട്ടികളിലും എത്തുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു 2 ദിവസം അവരത് കഴിക്കുമ്പോഴായാലും അവർ ഹാപ്പിയാണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ അത് ഞാൻ 1 മാസം അല്ലെങ്കിൽ അത് ലൈഫ് ലോങ് നല്ല രീതിയിൽ ഇനിയും കുട്ടികൾക്ക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൊല്ലങ്കോടും എലവഞ്ചേരി പഞ്ചായത്തുകളിലെ ഇങ്ങനെ മാക്സിമം കുട്ടികൾക്ക് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം.